നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സിനിമയിൽ വന്ന അന്ന് മുതൽ ഏതൊക്കെ സിനിമയിൽ സ്റ്റണ്ട് ചെയ്തിട്ടുണ്ടോ എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ട്. ഞാൻ എൻ്റെ മൂക്കിൻ്റെ ഈ ഭാഗം ഇഴിഞ്ഞിട്ടൊരു പീസ് പോയി. ഇപ്പോഴും ആ മൂക്കിൻ്റെ ഷേപ്പ് മാറിയിട്ടില്ല. പിന്നെ പ്ലാസ്റ്റിക് സർജറി ചെയ്യാനുള്ള സമയം ഉണ്ടായില്ല. പിന്നെ അതിന് മെനക്കെട്ടില്ല. 10 വർഷമായിട്ട് എൻ്റെ ഇടത്ത് കാലിൻ്റെ ഒരു ലിഗമെന്റ് പോയി. അതായത് ഒരിക്കലും അത് ഇറിപ്പയറബിളി പോയി. ഇനി അതൊരിക്കലും ശരിയാക്കാൻ പറ്റില്ല. ഗ്ലാസ്സൊക്കെ പൊട്ടിച്ച് വെളി വന്നിട്ട് വേറെ ആൾ ചെയ്താന്ന് പറഞ്ഞ കഥയുള്ളൂ. മുഖം മുഴുവൻ ചോരയായിട്ട് നമ്മളിങ്ങനെ ഓരോരോ പീസുകളുമായിട്ട് വന്നിട്ട് പോലും ആളുകൾ ഡ്യൂപ്പാന്ന് പറഞ്ഞോളെ. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ടാവും. അപ്പൊ മമ്മൂക്കയുടെ കണ്ണൂർ സ്കോഡിന്റെ ഷൂട്ട് നടന്നപ്പോൾ ഞാൻ അടുത്ത് പോയിരുന്നപ്പോൾ ഇനി ഇവിടെ ഉള്ളവന്മാരൊക്കെ പറയും നീയാണ് ഇതിന്റെ അകത്ത് ഫൈറ്റ് ചെയ്യണമെന്ന് പറയും. ഞാൻ പറഞ്ഞു ഞാൻ തന്നെ എന്റെ ഇന്റർവ്യൂല് ഇപ്പോഴും ഈ അടുത്തൊന്ന് ഇന്റർവ്യൂല് പറഞ്ഞു ഞാനല്ല. എന്നാലും ആൾക്കാർക്ക് ഇങ്ങനെ എന്റെ തലയും വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാന്നുള്ളതാണ്. ഒന്നിലധികം റോളുകളുള്ള അണ്ണൻ തമ്പി, പാലേരി മാണിക്യം, പട്ടണത്തിൽ ഭൂതം എന്നീ സിനിമകളിലാണ് ടിനി ടോമിനെ ബോഡി ഡബിൾ ചെയ്യാൻ വേണ്ടി ഡ്യൂപ്പായി ഉപയോഗിച്ചിട്ടുള്ളത്. ആക്ഷൻ രംഗങ്ങൾ ചെയ്യാൻ വേണ്ടിയല്ല. ഞാനാകെ 3 സിനിമ ചെയ്തിട്ടുള്ളൂ. ഒരു സിനിമ ചെയ്താൽ മതി, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണത്. 3 സിനിമ എനിക്ക് നല്ല ട്രെയിനിങ് ആയിരുന്നു. പക്ഷെ ഈ പേരും പറഞ്ഞിട്ട് ഇപ്പോഴും ടർബോലി ചെയ്തത് ഞാനാണ്, ഇതാണ് ചെയ്തതാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ടാഗ് ചെയ്യും, വേദനിപ്പിക്കാൻ. ഒരുപാട് സിനിമകളിൽ മമ്മൂട്ടി വളരെ അപകടം പിടിച്ച രംഗങ്ങൾ ഡ്യൂപ്പില്ലാതെ തന്നെ ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് മമ്മൂട്ടി തന്നെ പറയുന്നത് കേട്ടു നോക്കൂ. സിനിമയിൽ സ്റ്റണ്ട് രംഗങ്ങൾ മുൻകൂട്ടി നിശ്ചയിച്ച് ഉറപ്പിച്ച മൂവ്മെന്റ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഒരു കൊറിയോഗ്രാഫ്ഡ് ആണെന്നാണ് വെപ്പ്. പക്ഷേ ഇതിനകത്തൊരു ശാരീരിക അധ്വാനവും ഫിസിക്കൽ ഇൻവോൾവ്മെന്റും വളരെ കൂടുതലാണ്. നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സിനിമയിൽ വന്ന അന്ന് മുതൽ ഏതൊക്കെ സിനിമയിൽ സ്റ്റണ്ട് ചെയ്തിട്ടുണ്ടോ എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ട്. മേളയുടെ സിനിമ ഷൂട്ടിംഗ് സമയത്ത് ഉണ്ടായിട്ടുണ്ട്. സ്റ്റണ്ട് ഇല്ലാത്ത സമയത്ത് ഉദ്ഘാടന സ്വപ്നങ്ങളിൽ എന്നെ സുകുമാരനടിച്ച് ഞാൻ വീഴുന്നിടത്ത് എന്റെ കംപ്ലീറ്റ് കാല് വരച്ചിട്ടുണ്ട്. അപ്പൊ സിനിമയില് ശാരീരികമായ അധ്വാനം വളരെ കൂടുതലാണ്. ഇപ്പോൾ അതിനുശേഷം സ്ഫോടനം എന്ന ഒരു വലിയ സിനിമയിൽ ഞാൻ ഒരു മതിലെടുത്ത് ചാടാൻ പറഞ്ഞ് രൂപന വയ്ക്കാമായിരുന്നു. മതിലെടുത്ത് ചാടി എന്റെ കാലിന് ഫ്രാക്ചറായി. ശേഷം ഞാൻ കാലിന് വെച്ചാൽ ആ പ്രായമായതുകൊണ്ടൊക്കെ അങ്ങനെ പിൽക്കാലത്ത് ഒരുവിധപ്പെട്ട ഈ പറഞ്ഞ പോലെ എന്റെ മൂക്കിന്റെ ഈ ഭാഗം ഇഴിഞ്ഞിട്ടൊരു പീസ് പോയി. ഇപ്പോഴും ആ മൂക്കിന്റെ ഷേപ്പ് മാറിയിട്ടില്ല. പിന്നെ പ്ലാസ്റ്റിക് സർജറി ചെയ്യാനുള്ള സമയം ഉണ്ടായില്ല. പിന്നെ അതിന് മെനക്കെട്ടില്ല. 10 വർഷമായിട്ട് എന്റെ ഇടത്ത് കാലിന്റെ ഒരു ലിഗമെന്റ് പോയി. അതായത് ഒരിക്കലും അത് ഇറിപ്പയറബിളി പോയി. ഇനി അതൊരിക്കലും ശരിയാക്കാൻ പറ്റില്ല. ഇത് ഇന്ദ്രപ്രസ്ഥം എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിങ്ങിനാണ് ഇത് പോയത്. ഏകദേശം 10-12 വർഷമായിട്ട് ഈ ഒരു കാലം ഇങ്ങനെയാണ്. അങ്ങനെ പക്ഷെ അതൊക്കെ എത്ര സേഫ്റ്റി മെഷേഴ്സ് എടുത്താലും പറ്റാവുന്ന സംഭവങ്ങളേ ഉള്ളൂ. വടക്കം വീരാതിൽ ഒത്തിരി പ്രാവശ്യം വാൾ എന്റെ കാലിൽ നിന്ന് കുത്തിയിട്ടുണ്ട്. ഈ തൊടയിൽ ഈ വാള് മൂളി പോകുന്ന വാള് പിടിക്കാൻ പോകുന്നത് മിസ്സായി നേരെ കാലം വന്നു. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ടായി. മമ്മൂട്ടിയുടെ ഒരു വടക്കൻ വീരഗാഥയിലെ പ്രകടനത്തെക്കുറിച്ച് അതിന്റെ തിരക്കഥാകൃത്ത് MT പറയുന്നത് കേട്ടു നോക്കൂ. വളരെ വ്യത്യസ്തങ്ങളായ അനേകം കഥാപാത്രങ്ങളെ മമ്മൂട്ടി വളരെ ഭംഗിയായി ഇഫക്റ്റീവായി അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ളതും അവതരിപ്പിച്ചിട്ടുണ്ട്. ഡിഫിക്കൽട്ട് എന്ന് പറയുന്നത് ഫിസിക്കലി ഡിഫിക്കൽട്ട്. ഉദാഹരണത്തിന് ഞാൻ തന്നെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വടക്കൻ വീരഗാഥ, അത് ഈ ആയുധാഭ്യാസം കളരിപ്പയറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് ഉറപ്പാണ് ഒരു വിദേശീയനൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ നടൻ 2 കൊല്ലം 3 കൊല്ലം ഇതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്തു പഠിച്ചു എന്നൊക്കെ പറയുള്ളൂ. ആ നിലയിൽ വളരെ സ്വാഭാവികമായി ഇഫക്റ്റീവായിട്ട് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെ ചെയ്യാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അധ്വാനം തന്നെ. പിന്നെ നമ്മുടെ സെക്യൂരിറ്റി മെഷേഴ്സ് നമ്മൾ പറഞ്ഞ പോലെ ഹോളിവുഡ് സിനിമയെ പോലെ ഹിന്ദി സിനിമയെ പോലെ ഒന്നും ഒരുപാട് സ്പെൻഡ് ചെയ്തിട്ടുള്ള സെക്യൂരിറ്റീസ് ഒന്നും ഇവിടെ ഉണ്ടാകാറില്ല. ഈ സ്റ്റണ്ട് എങ്ങനെ സിനിമയിൽ വരണം, എത്രത്തോളം വിശ്വസനീയമാക്കാം എന്നുള്ളത് അവർ നേരത്തെ തീരുമാനിക്കും. നമ്മൾ അങ്ങനെ ഇങ്ങനെ ഓടിയപ്പോൾ എത്ര വീണാലും ചിലപ്പോൾ നമ്മുടെ മുഖം കണ്ടില്ല, നമ്മൾ ചിലപ്പോൾ ഡ്യൂപ്പായിട്ട് ഒറിജിനൽ ഷോട്ടുകൾ പോലും നമുക്ക് ഡ്യൂപ്പായി പോയി തോന്നുന്ന ഒരുപാട് അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. ഞാനൊക്കെ ഗ്ലാസ്സൊക്കെ പൊട്ടിച്ച് വെളി വന്നിട്ട് വേറെ ആൾ ചെയ്താന്ന് പറഞ്ഞ കഥയുള്ളൂ. മുഖം മുഴുവൻ ചോരയായിട്ട് നമ്മളിങ്ങനെ ഓരോരോ പീസുകളുമായിട്ട് വന്നിട്ട് പോലും ആളുകൾ ഡ്യൂപ്പാന്ന് പറഞ്ഞോളെ. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ടാവും. അത് ആ ടെക്നീഷ്യന്റെ കുഴപ്പമാണ്. നമ്മളെ വ്യക്തമായിട്ട് നമ്മൾ തന്നെയാണെന്ന് ബോധ്യപ്പെടുത്തി എടുക്കുക. നമ്മൾ എത്ര റിസ്ക് എടുത്ത് ചെയ്യുന്ന ഷോട്ടുകൾ നമ്മൾ തന്നെയാണെന്ന് തോന്നണം. ഇപ്പോൾ ദാദാ സാഹിബ് എന്ന് പറഞ്ഞ സിനിമയിൽ ഞാനൊരു 70 അടി മുകളിൽ നിന്ന് ചാടുന്നുണ്ട്. താഴെ ബലൂൺ ബെഡുണ്ട്. പക്ഷെ അത് വളരെ സ്ലോ, അത് ഞാനാണെന്ന് പോലും തോന്നുന്നില്ല. ഭീകരമായ സ്റ്റണ്ടാണ്. 60-70 അടി മുകളിൽ നിന്ന് ചാടുകയാണ്. ഞാനൊരു തെങ്ങിന്റെ മുകളിൽ നിന്ന് ചാടുകയാണ്. പക്ഷെ അതൊന്നും വലിയ ഇമ്പാക്ട് ഉണ്ടായില്ല. അത് എടുത്ത 2007 ബിഗ് ബിയുടെ ഷൂട്ടിങ്ങിനിടെയുണ്ടായ അപകടത്തിൽ നിന്ന് തലനാരിഴയ്ക്കാണ് മമ്മൂട്ടി രക്ഷപ്പെട്ടത്. അതിനെക്കുറിച്ച് അപകട സമയത്ത് കൂടെയുണ്ടായവർ പറയുന്നത് കേട്ടു നോക്കൂ. അത് കഴിഞ്ഞ് മമ്മൂക്ക സീൻ ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ആ ഒരു പീസ് വന്നത് ഓൾമോസ്റ്റ് ഞാൻ ഇത്ര പ്രൊഫഷണലിസം അന്നാണ് സത്യമായിട്ട് കാണും. ഞാൻ അതിന്റെ ബാക്കിൽ ക്യാമറയുടെ ബാക്കിൽ നിൽക്കുന്നുണ്ടായിരുന്നു. മമ്മൂക്കയുടെ അടുത്തേക്ക് ഇത് വരുന്നു, പുള്ളി ജസ്റ്റ് മാറിയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നു. ആ ഷോട്ട് ജസ്റ്റ് അങ്ങനെ തന്നെ പോയി കണ്ടിന്യൂ ചെയ്തു. അൾട്ടിമേറ്റ് സീനായിരുന്നു. Object flew by and you can thank your stars that Mamuka's reflexes were so fast that it missed him by like not even half an inch. Yeah.
So that was like reality. It Thank was God by not just a fraction of a second, That right? was like super reflexes. Trust me, I would have been hit if I was him. Even the camera moved. Yeah, even the camera was. So I remember this very clearly. And all of us were talking and discussing like, "Acha hai, laga nahi." And it's all thanks to his reflexes. It was a very scary thing. It was like, I think, this big and like sharp metal object. So I think it was a door. It could My be a God's mannequin. grace. It could അടുത്ത be like a കാലത്ത് burnt ഇറങ്ങിയ പടങ്ങളിൽ മമ്മൂട്ടിക്ക് ഏറ്റവും കൂടുതൽ പരിക്കുകൾ പറ്റിയ സിനിമയാണ് അദ്ദേഹത്തിന്റെ 72ാമത്തെ വയസ്സിൽ ചെയ്ത ടർബോ. അതിൽ മമ്മൂട്ടി മേശയിൽ തലയിടിച്ച് വീണ അപകടത്തെക്കുറിച്ച് സംവിധായകൻ തന്നെ പറയുന്നത് കേട്ടുനോക്കൂ. നിന്ന് കഴിയുമ്പോഴാണല്ലോ നമുക്ക് ബാലൻസ് കിട്ടുക ഫുള്ളായിട്ട്. അപ്പോൾ എഴുന്നേറ്റ് വരുന്ന സമയത്ത് തന്നെ ഡയറക്ഷൻ മാറി വന്ന് ഇയാൾ നമുക്ക് ഇടിച്ചു. നമുക്ക് ഇടിച്ചു, നമുക്ക് ഇങ്ങനെ കറങ്ങിപ്പോയി ഒരു ടേബിളിന്. അപ്പോൾ അവിടെ മുഴുവൻ ടേബിൾ സെറ്റ് ചെയ്തിരിക്കുക ഈ ട്യൂണ വെക്കുന്നത്. ആ ടേബിളിന് പോയി തലയടിച്ച് മറിഞ്ഞ് ആ ടേബിളിന് അടിയിലേക്ക് വീണുപോയി നമുക്ക്. അപ്പം നമ്മൾ ഒരു കൂട്ട നിലവിളി ആദ്യം കേട്ടത്. കാരണം വെച്ചാൽ ഇത്രയും അവിടെ നിന്നിരുന്ന എല്ലാവരും ഒരുമിച്ച് നിലവിളിച്ച് വരും. ഞാൻ ഓടിപ്പോയി നമുക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ച് കൊണ്ടുവന്ന് എൻ്റെ അവിടെ കൊണ്ടെടുത്ത് കസേരയിൽ ഇരുത്തിയിട്ട് ഞാൻ നമുക്കിടെ കൈ പിടിച്ച് കുറേ ഞാനിങ്ങനെ വിറയ്ക്കുന്ന എനിക്ക് കാണാം പേടിച്ചിട്ടേ. കാരണം ഞാൻ ഭയന്നു പോയി ഭയങ്കരമായിട്ട്. കാരണം അത് ഒന്ന് തലയിടിച്ചാണ് വീണത്. പിന്നെ ബാലൻസ് തെറ്റി പോകുന്നില്ല, കുറേ ദൂരം പോയി പുള്ളി അടിച്ച് വീഴാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ ഫൈറ്റ് മാസ്റ്റർ ഒന്ന് കൊച്ചു കുട്ടിയെ പോലെ ഒന്ന് കരയാം. ഒന്ന് ഹോക്കായിട്ട് നമുക്ക് എഴുന്നേറ്റ് പോയിട്ട് അവരുടെ അടുത്ത് എന്തോ അതും കുഴപ്പമൊന്നുമില്ല, അതൊക്കെ എപ്പോഴും സംഭവിക്കുന്നതല്ല, നമ്മൾ മനപ്പുറം ചെയ്യണമല്ലോ, താൻ വിഷമിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് അയാളടുത്ത് പറഞ്ഞു, കോട്ടയം എന്നൊക്കെ പറഞ്ഞു.